ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ചയായിട്ട് രാവിലെ തന്നെ ഒരു ഉള്ളിക്കറിയാണ് ഉണ്ടാക്കുക. ഇരട്ടി അല്ലെങ്കിൽ തോരൻ എന്തെങ്കിലും ചെയ്യാൻ നിർത്തി. അപ്പോൾ നമ്മുടെ ഇവിടെ കോവക്കയുണ്ട്, അപ്പോൾ അത് കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് തേങ്ങ വറുക്കാൻ നേരത്ത് വേപ്പില ഇട്ട് ഇത്തിരി പെരിഞ്ചീരകം ഇട്ടായിരുന്നു. തീയലല്ല, ഉള്ളി തീയലായതുകൊണ്ട് ഇത്തിരി പെരിഞ്ചീരകം ഇട്ടായിരുന്നു. അപ്പോൾ തേങ്ങയൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇത്തിരി കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇടാം നമുക്കപ്പോൾ. ആദ്യം തന്നെ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടായിരുന്നു, പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടായിരുന്നു. അപ്പോൾ ഇതിനിപ്പോൾ അരച്ചെടുക്കട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് മൂത്തിടുന്നത്. ഇനി ഉള്ളി ഒന്നും കൂടി വാട്ടണം. ഉള്ളി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പച്ചമുളകും ഇട്ടാണ് ഞാൻ വാട്ടിയത്. പച്ചമറ്റയിൽ കായോ ഇട്ടായിരുന്നു. ഇത്തിരി തേങ്ങ വറുത്തതിൻ്റെ അകത്ത് ഇത്തിരി കായവും കൂടി ഇട്ടായിരുന്നു. കുറച്ച് കായം ഇട്ടുള്ളൂ, ഭയങ്കര കായത്തിൻ്റെ സ്വതി. അപ്പോൾ ഇതിലിനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം നമുക്ക്. മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ടില്ലായിരുന്നു ഇട്ടു. അപ്പോൾ കറിയൊക്കെ ഒരുവിധം പറ്റി കുറുകിയിട്ടുണ്ട്. ഞാനത് കടുകൊക്കെ പൊട്ടിച്ചായിരുന്നു. അപ്പോൾ കൊല്ലമുളക് ഇട്ടില്ലായിരുന്നു. ഞാൻ കൊല്ലമുളക് ഇടാൻ മറന്നും പോയി. കൊല്ലമുളക് കടുകിഞ്ഞ് കരിഞ്ഞു പോകില്ല. കൊല്ലമുളക് എടുത്തു വെക്കണ കാര്യം മറന്നുപോയായിരുന്നു. പിന്നെ ഇത് ഈ മൺകലത്തിലോട്ടൊക്കെ പകർത്തണം. ഇനിയിപ്പോൾ കുറച്ച് ശർക്കര ഇടണം. ഇവിടെ ഈ ഉള്ളിക്കറി പാവക്ക തീയലൊക്കെ വെക്കുമ്പോഴത്തേക്കും ഇവിടെ ശർക്കര ഇടണം. ഇവിടെ എല്ലാവർക്കും മധുരം ഭയങ്കര ഇഷ്ടമാണ്. മധുരമുള്ള കറിയാണ് ഇവിടെ പിള്ളേർ കൂട്ടുള്ളൂ. അപ്പം മധുരമുള്ള ഉള്ളിക്കറിക്കൊക്കെ കുറച്ച് മധുരം ഉണ്ടാവും. ഉള്ളിക്കൊക്കെ മധുരമുള്ളതാണല്ലോ, എന്നാലും കുറച്ച് ശർക്കര ഇടും. കോവക്കാത്തോരൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോവക്കാത്തോരനും ഉള്ളിക്കറിയാണ് ഇന്ന് രാവിലെ ഇവർക്ക് ഓഫീസിലൊക്കെ. നമ്മുടെ കോവക്ക ഇത് നല്ല കോവക്ക, നല്ല പച്ച കളറ്.